ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിവൈസ് ചെയ്യുന്നത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയാണ്. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് നമുക്കറിയാം. ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് സെൽ എന്ന് പറയുന്നത്. ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ഈസ് കോൾഡ് സെൽ. Cell can be divided into two, prokaryotic and eukaryotic cell, based on the presence of nucleus. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് സെല്ലാണ്. നമുക്കറിയാം പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ യൂണിസെല്ലുലാർ ആയിരിക്കും. നമ്മൾ പഠിച്ച 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് 2 കിങ്ഡംസ് മൊണിറ ആൻഡ് പ്രൊട്ടിസ്റ്റ രണ്ടും യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. പക്ഷേ മൊണിറ എന്താണ് ന്യൂക്ലിയസ് ഇല്ലാത്ത പ്രോകാരിയോട്സും, പ്രൊട്ടിസ്റ്റ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസും ആണ്. അപ്പോൾ അതിൽ മൊണിറ എന്ന കിങ്ഡത്തിൽ വരുന്ന ഓർഗാനിസംസ് എല്ലാം പ്രോകാരിയോട്സ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് ചില എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ബാക്ടീരിയ ഒക്കെ വരുന്നുണ്ട്, പ്രോകാരിയോട്സ് ആണ്. അമീബ യൂണിസെല്ലാറാണ്, പക്ഷേ അത് യൂകാരിയോട്ടാണ്, ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഉണ്ട്. ബാക്ടീരിയകളൊക്കെ എന്താണ് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ലാത്തവരാണ്, പ്രോകാരിയോട്സ് ആണ്. പിന്നെ ചില ആൽഗകൾ, പിന്നെ സ്മോളസ്റ്റ് യൂണിസെല്ലാർ ഓർഗാനിസംസ് എന്നാണ് മൈക്കോപ്ലാസ്മ ഓർ PPL പ്ലീറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂണിസെല്ലാർ ഓർഗാനിസംസ് ആണ്. അതിൽ തന്നെ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ലാത്തവരെന്ത് പറയാം? പ്രോകാരിയോട്സ് എന്ന് പറയാം. സാധാരണ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ DNA ഓർ RNA ആർ സീൻ ഇൻ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനുള്ളിലാണ് കാണുക. ഇവിടെ ന്യൂക്ലിയർ എൻവലപ്പോ ന്യൂക്ലിയസ്, ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഈസ് ആബ്സെന്റ്. സോ ജനറ്റിക് മെറ്റീരിയൽ കാണുന്നത് സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് കാണുന്നു. മീൻസ് എ നേക്കഡ് DNA എന്ന് പറയാം. നേക്കഡ് DNA ഓർ നേക്കഡ് ജനറ്റിക് മെറ്റീരിയൽസ് ആണ് അവിടെ കാണുക. പക്ഷേ യൂണിസെല്ലാർ ഓർഗാനിസംസിന് എല്ലാം തന്നെ, ഇപ്പോൾ ബാക്ടീരിയയിൽ തന്നെ നമ്മൾ ബേസ്ഡ് ഓൺ ദർ ഷേപ്പ് ദേ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 4, നെയിംലി കോക്കസ്, ബാസിലസ്, വിബ്രിയോ ആൻഡ് സ്പൈറലം. അപ്പോൾ കോക്കസ് സ്ഫെരിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ, വിബ്രിയോ കോമ ഷേപ്പ്, സ്പൈറലം സ്പൈറൽ ഷേപ്ഡ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്സ് അനുസരിച്ച് ബാക്ടീരിയകളെ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ അവർക്ക് വ്യക്തമായ ഒരു ഷേപ്പ് വേണം. അപ്പോൾ ഡിഫറെൻറ്റ് ഷേപ്സിൽ ബാക്ടീരിയകൾ കാണണമെങ്കിൽ, അല്ലെങ്കിൽ യൂണിസെല്ലാർ ഓർഗാനിസംസ് കാണണമെങ്കിൽ they should have a rigid cell wall. അപ്പോൾ അവർക്ക് എന്തുണ്ട്? ഒരു റിജിഡ് സെൽ വാൾ ഉണ്ട്. റിജിഡ് സെൽ വാൾ ഉള്ള ഓർഗാനിസംസ് ആണ്. ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ല, ഓക്കെ, പക്ഷേ അതിന് പകരം റിജിഡ് സെൽ വാൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഡിഫറെൻറ്റ് ഷേപ്സ് കാണാം, ഡെഫിനിറ്റ് ഷേപ്സ് ഉണ്ടാകാം. പിന്നെ സെല്ലിൽ തന്നെ എന്തുണ്ട്? സെൽ വാൾ കാണും. സെൽ വാളിനുള്ളിലായിട്ട് സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ എന്ന സെമി പെർമിബിൾ മെംബ്രെയിനും കാണും. ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആയിരിക്കും. അവർക്ക് എന്താണ്? നേക്കഡ് ജനറ്റിക് മെറ്റീരിയൽസ് ആയിരിക്കും കാണുക. അപ്പോൾ കോമൺലി ബാക്ടീരിയകൾക്കൊക്കെ ഒരു നേക്കഡ് ജനറ്റിക് മെറ്റീരിയലാണ് കാണുന്നതെങ്കിലും ചില ബാക്ടീരിയകളിൽ ഈ ക്രോമസോമൽ DNA പുറമെ, നമ്മൾ ബാക്ടീരിയയ്ക്ക് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് അതിനെ പറയുന്ന പേര് ക്രോമസോമൽ DNA എന്നാണ്. അപ്പോൾ ഇൻ അഡിഷൻ ടു ക്രോമസോമൽ DNA ദർ ഈസ് ആൻ എക്സ്ട്രാ ക്രോമസോമൽ DNA ഇൻ സം ഓഫ് ബാക്ടീരിയ. ദിസ് എക്സ്ട്രാ ക്രോമസോമൽ DNA ഈസ് കാൾഡ് പ്ലാസ്മിഡ്. അപ്പോൾ പ്ലാസ്മിഡ് എന്താണ്? എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ്. നോർമലി ബാക്ടീരിയകളിൽ ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആയിട്ട് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ല, പകരമുള്ള സ്ട്രക്ചറിന് പറയുന്ന പേര് ക്രോമസോമൽ DNA ആണ്. ദിസ് ഇസ് ക്രോമസോമൽ DNA. ഈ ക്രോമസോമൽ DNA പുറമെ അഡീഷണൽ ആയിട്ട് സർക്കുലർ ഷേപ്പിൽ ഒരു ക്രോമസോമൽ DNA കൂടെ കാണാം. അതിനാണ് എന്താ പറയുക? പ്ലാസ്മിഡ് എന്ന് പറയുക. ഈ പ്ലാസ്മിഡ് പ്രത്യേകത ഓട്ടോണമസ്ലി റെപ്ലിക്കേറ്റിംഗ് ആണ്. അപ്പോൾ എന്ത് പറയാം? നമുക്ക് ഓട്ടോണമസ്ലി റെപ്ലിക്കേറ്റിംഗ് സർക്കുലർ എക്സ്ട്രാ ക്രോമസോമൽ DNA ഓഫ് ബാക്ടീരിയ ഈസ് കാൾഡ് പ്ലാസ്മിഡ്. This plasmid is used as a vector in biotechnology. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ പ്ലാസ്മിഡിനെ വെക്ടറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാസ്മിഡ് ഈസ് ആൻ എക്സ്ട്രാ ക്രോമസോമൽ DNA. എല്ലാ ബാക്ടീരിയയിലും കാണില്ല, ചില ബാക്ടീരിയയിൽ മാത്രം കാണുന്ന ഒരു എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ് ബാക്ടീരിയ. ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആയതുകൊണ്ട് ക്രോമസോമൽ DNA ഉണ്ട്. അതിന് പുറമെ അഡീഷണൽ ആയിട്ട് കാണുന്നുണ്ട് എന്ത് പറയാം? എക്സ്ട്രാ ക്രോമസോമൽ DNA എന്ന് പറയാം. ദിസ് ഇസ് കോൾഡ് പ്ലാസ്മിഡ്. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് എന്തായിട്ട് ഉപയോഗിക്കുന്നു? വെക്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്നു ഫോർ ട്രാൻസ്ഫറിങ് ജീൻസ് ഫ്രം വൺ ഓർഗാനിസം ടു അനദർ ഇൻ ബയോടെക്നോളജി ഓർ ജനറ്റിക് എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ മറ്റൊരു ക്യാരക്ടറാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. ദിസ് ഇസ് സെൽ എൻവലപ്പ്. അപ്പോൾ സെൽ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ബാക്ടീരിയകളിലൊക്കെ സെൽ വാൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ചില ബാക്ടീരിയകളിൽ ചില കെമിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ള മറ്റൊരു സ്ട്രക്ചർ ഉണ്ടാകാം സെല്ലിനെ കവർ ചെയ്തുകൊണ്ട്. ദിസ് സ്ട്രക്ചർ ഈസ് കാൾഡ് സെൽ എൻവലപ്പ്. അപ്പോൾ സെൽ എൻവലപ്പ് ഈസ് കെമിക്കലി കോംപ്ലക്സ് സ്ട്രക്ചർ. അത് ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ വളരെ കട്ടിയുള്ള ഒരു സെൽ എൻവലപ്പ് ചില യൂണിസെല്ലാർ ഓർഗാനിസംസിൽ, പ്രോകാരിയോട്സിൽ ഉണ്ടാകാം. അത് സെൽ എൻവലപ്പ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ലെയറാണ്. ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് 3 ടൈറ്റ്ലി ബൗണ്ട് ലെയേഴ്സ്. അതിന് 3 ലെയേഴ്സ് ചേർന്നിട്ടാണ് വരിക. ആ 3 ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്ലൈക്കോകാലിക്സ്, സെക്കൻഡ് വൺ സെൽ വാൾ ആൻഡ് തേർഡ് വൺ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ സെൽ എൻവലപ്പ് ഈസ് മേഡപ്പ് ഓഫ്
3 ടൈറ്റ്ലി ബൗണ്ട് ലെയേഴ്സ്. 3 ലെയേഴ്സ് ചേർന്നിട്ടാണ് സെൽ എൻവലപ്പ് ഉണ്ടായിരിക്കുന്നത്. ആ 3 ലെയേഴ്സ് എന്ന് പറയുന്നത് ഗ്ലൈക്കോകാലിക്സ്, സെൽ വാൾ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. ഇത് ഓരോന്നിനും ഇൻഡിവിജ്വൽ ഫങ്ഷൻസ് ഉണ്ട്. പക്ഷേ ആസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ ഇവർ 3 കൂടെ ഒരുമിച്ചാണ് നിൽക്കുക. ഇത് 3 കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്തായിട്ട് അത് പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് മാറുന്നു. എല്ലാത്തിനും ഓരോന്നിനും സെപ്പറേറ്റ് ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും അത് 3 കൂടെ ചേർന്ന് പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് ഈ ഗ്ലൈക്കോകാലിക്സ് തന്നെ 2 ടൈപ്സ് ഉണ്ട്. ചില പ്രോകാരിയോട്സിലൊക്കെ ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്നത് തിൻ ലൂസ് ഷീത്ത് ആയിട്ട് കാണുന്നുണ്ട്. ദിസ് തിൻ ലൂസ് ഷീത്ത് ഈസ് കാൾഡ് സ്ലൈം ലെയർ. അപ്പോൾ ഗ്ലൈക്കോകാലിക്സ് ഈസ് ദി ഫസ്റ്റ് ലെയർ ഓഫ് സെൽ എൻവലപ്പ്. അത് 2 തരത്തിലുണ്ടാകാം. ചിലരൊക്കെ ലൂസ് ഷീത്ത് ആയിട്ട് കാണുന്നു. ദിസ് ലൂസ് ഷീത്ത് ഈസ് കാൾഡ് സ്ലൈം ലെയർ. ഓക്കെ, സെക്കൻഡ് എങ്ങനെ കാണാം? തിക്ക് ആൻഡ് ടഫ് ലെയർ ആയിട്ട് കാണാം. ദിസ് തിക്ക് ആൻഡ് ടഫ് ലെയർ ഈസ് കാൾഡ് ക്യാപ്സ്യൂൾ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്, സ്ലൈം ലെയർ ആൻഡ് ക്യാപ്സ്യൂൾ. ഗ്ലൈക്കോകാലിക്സ് 2 തരത്തിലുണ്ടാകാം. ചില പ്രോകാരിയോട്സിൽ ലൂസ് ഷീത്ത് ആയിരിക്കാം. ഇറ്റ് ഈസ് കാൾഡ് സ്ലൈം ലെയർ ആൻഡ് തിക്ക് ആൻഡ് ടഫ് ലെയർ ഈസ് കാൾഡ് ക്യാപ്സ്യൂൾ. ഓക്കെ, ദിസ് ഇസ് സെൽ എൻവലപ്പ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രോകാരിയോട്സിൽ നിന്ന് ചോദിക്കുന്നത്. നെക്സ്റ്റ് വൺ നമുക്കറിയാം യൂണിസെല്ലർ ഓർഗാനിസംസ് ആണ്. യൂണിസെല്ലർ ഓർഗാനിസംസ് പാസീവായിട്ടും ആക്റ്റീവായിട്ടും മൂവ് ചെയ്യാറുണ്ട്. വാട്ടറിലൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ എന്താണ് ലോക്കോമോട്ടറി ഓർഗൻസ് അവിടെ വേണം. അപ്പോൾ ലോക്കോമോട്ടറി ഓർഗൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി 2 ടൈപ്സ് ആണ്. സീലിയ ആൻഡ് ഫ്ലജല്ല ആർ ദി ലോക്കോമോട്ടറി ഓർഗൻസ് ഇൻ യൂണിസെല്ലർ ഓർഗാനിസംസ് പ്രോകാരിയോട്സിൽ. അതിൽ സീലിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൈന്യൂട്ട് സ്ട്രക്ചേഴ്സ് ആയിരിക്കും, പക്ഷെ നമ്പർ വളരെ കൂടുതലായിരിക്കും, ലെങ്ത് കുറവായിരിക്കും. അപ്പോൾ ദീസ് ആർ ഫിലമെൻ്റ് സ്ട്രക്ചേഴ്സ് അറൈസിങ് ഫ്രം ദി പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിൽ നിന്ന് പുറത്തേക്കുള്ള എക്സ്റ്റൻഷൻസ് ഞാൻ എന്ത് പേര് പറയാം? സീലിയ ആൻഡ് ഫ്ലജല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീലിയയുടെ നമ്പർ എപ്പോഴും കൂടുതലും ഫ്ലജല്ലയുടെ നമ്പർ കുറവുമായിരിക്കും. പക്ഷേ ഫ്ലജല്ല ആർ ലോങ് ഫിലമെൻ്റ് സ്ട്രക്ചേഴ്സ് അറൈസിങ് ഫ്രം ദി പ്ലാസ്മ മെംബ്രെയിൻ. ഫ്ലജല്ല നീളം കൂടിയ സ്ട്രക്ചറാണ്. സീലിയ എന്താണ് സൈസ് കുറവാണെങ്കിലും എണ്ണം കൂടുതലായിരിക്കും. ഇനി ഇത് രണ്ടുമാണ് ലോക്കോമോഷൻ സഹായിക്കുക. ലോക്കോമോഷൻ സഹായിക്കുന്നപ്പോൾ 2 ലോക്കോമോട്ടറി ഓർഗൻസ് ആർ സീലിയ ആൻഡ് ഫ്ലജല്ല. എന്നാൽ ചില പ്രോകാരിയോട്സിൽ, ചില യൂണിസെല്ലർ ഓർഗാനിസംസിൽ ഈ സീലിയയ്ക്കും ഫ്ലജല്ലയ്ക്കും പുറമേ മറ്റു ചില ഫിലമെൻ്റ് സ്ട്രക്ചേഴ്സ് ഇവിടെ കാണാം. ദേ ആർ പീലി ആൻഡ് ഫിംബ്രിയെ. പീലി എന്ന് പറയുന്നത് നമുക്ക് ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് അറൈസിങ് ഫ്രം ദി പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സിനെയാണ് പീലി ഓർ സിംഗുലർ പൈലസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഫിംബ്രിയെ എന്ന് പറയുന്നത് സ്മോൾ ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, സീലിയ ഈസ് സ്മോൾ, ലെങ്ത് കുറവാണ്. ഫ്ലജല്ല നീളം കൂടിയതാണ്. അതുപോലെയാണ് പീലി ആൻഡ് ഫിംബ്രിയെ. പീലി നീളം കൂടിയ സ്ട്രക്ചേഴ്സ്, ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ആണ്. എന്നാൽ ഫിംബ്രിയെ എന്ന് വെച്ചാൽ സ്മോൾ ബ്രിസിൽ ലൈക്ക്, ബ്രഷിലുള്ള ബ്രിസിൽസ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് എന്താ പറയുക ഫിംബ്രി എന്ന് പറയുക. ഇവർ മൂവ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്, പക്ഷേ മൂവ്മെൻറ്റിനേക്കാൾ കൂടുതൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അറ്റാച്ച്മെൻ്റ് ആണ്. എവിടെയെങ്കിലും സബ്സ്ട്രേറ്റത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാനോ അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ടൈമിലോ സഹായിക്കാറുണ്ട്. നമുക്കറിയാം കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ബാക്ടീരിയ എന്ന് പറയുന്നത് ബൈനറി ഫിഷനാണ്. ബൈനറി ഫിഷൻ ഈസ് ദി അസെക്ഷൽ മെത്തേഡ് ഓഫ് ബാക്ടീരിയ ഇൻ ഫേവറബിൾ സീസൺസ്. മറ്റൊരു മെത്തേഡുണ്ട്, അൺഫേവറബിൾ സീസണിൽ എൻഡോസ്പോർ ഫോർമേഷൻ ഓർ സിസ്റ്റ് ഫോർമേഷൻ നടക്കാറുണ്ട്. എന്നാൽ ചില ബാക്ടീരിയകൾ എന്ത് ചെയ്യാറുണ്ട്? സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ഓഫ് ബാക്ടീരിയ ഈസ് കാൾഡ് കോൺജുഗേഷൻ. ഈ കോൺജുഗേഷനിൽ ന്യൂ യങ്ങോൺസ് ഓർ ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഒരു ജനറ്റിക് മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫ്രം വൺ ബാക്ടീരിയ ടു അനദർ. ഈ പ്ലാസ്മിഡാണ് ഒരു ബാക്ടീരിയയിൽ നിന്ന് അടുത്ത ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പ്ലാസ്മിഡ് ഇല്ലാത്ത ഒരു ബാക്ടീരിയയിലേക്ക് പ്ലാസ്മിഡ് ഉള്ള ബാക്ടീരിയയിൽ നിന്നും പ്ലാസ്മിഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു. കാരണം ഇത് ഓട്ടോണമസ്ലി റെപ്ലിക്കേറ്റിംഗ് ആണ്. എന്നിട്ട് അതിൻ്റെ ഒരു ലെയർ അടുത്ത ബാക്ടീരിയയിലേക്ക് പോകുന്നു. ദിസ് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫറിനെയാണ് എന്ത് പറയുക? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ എന്ന് പറയുക. ഇറ്റ് ഈസ് കോൾഡ് കോൺജുഗേഷൻ. ആ കോൺജുഗേഷൻ സമയത്ത് 2 ബാക്ടീരിയകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ ആര് സഹായിക്കുന്നു? ഈ പീലി ആൻഡ് ഫിംബ്രിയെ സഹായിക്കുന്നു. അല്ലാതെ എവിടെയെങ്കിലും സബ്സ്ട്രേറ്റ് അതിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കാനൊക്കെ സഹായിക്കുന്നത് ഈ ലോക്കോമോട്ടറി ഓർഗൻസ് ആണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വെക്കുക. പ്രോകാരിയോട്ടിക് സെൽ ആകുമ്പോഴത്തേക്ക് ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആയിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ന്യൂക്ലിയസ് ക്രോമസോമൽ DNA is seen. In some bacteria, in addition to this chromosomal DNA, an additional extra chromosomal DNA is seen. It is called plasmid. ഓക്കെ, അപ്പോൾ അവർക്ക് നേക്കഡ് ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കും, കാരണം ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആയതുകൊണ്ട്. പിന്നെ പറയുന്നത് സെൽ എൻവലപ്പാണ്. സെൽ എൻവലപ്പ് എന്ന് വെച്ചാൽ കെമിക്കലി കോംപ്ലക്സ് സ്ട്രക്ചർ made up of 3 tightly bound layers. The layers are glycocalyx, cell wall and plasma membrane. These 3 together function as a protective layer. ഈ ഗ്ലൈക്കോകാലിക്സ് തന്നെ 2 ടൈപ്സ് വരാം. ലൂസ് ആൻഡ് തിക്ക്, ലൂസ് ഷീറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ സ്ലൈം ലെയർ എന്ന് പറയുന്നത്. തിക്ക് ആൻഡ് ടഫ് ലെയർ ഈസ് കാൾഡ് ക്യാപ്സ്യൂൾ.
പിന്നുള്ളത് ലോക്കോമോട്ടറി ഓർഗൻസ് ആണ് സീലിയ, ഫ്ലജല്ല, പീലി ആൻഡ് ഫിംബ്രിയ. Mainly cilia and flagella help in locomotion, but pili and fimbria help in attachment during conjugation and also in the substrate. നെക്സ്റ്റ് പ്രോകാരിയോട്സിൽ പറയുന്ന മറ്റൊരു സ്ട്രക്ചറാണ് മീസോസോംസ് എന്ന് പറയുന്നത്. പ്രോകാരിയോട്സിൽ കാണുന്ന മറ്റൊരു സ്ട്രക്ചറാണ് മീസോസോംസ്. ഈ മീസോസോംസും പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നുള്ള ചില എക്സ്റ്റൻഷൻസ് ആണ്. നോക്കുക, ദീസ് ആർ ദി membranous structures, special membranous structures formed by the extensions of plasma membrane. പ്ലാസ്മ മെംബ്രെയിനിലുള്ള എക്സ്റ്റൻഷൻസ് ആണ് ഏത് ഈ മീസോസോംസ് എന്ന് പറയും. ചില മെംബ്രേനിയസ് സ്ട്രക്ചേഴ്സ് ആണ് അത് പ്ലാസ്മ മെംബ്രെയിനിലുള്ള എക്സ്റ്റൻഷൻസിലൂടെ ഉണ്ടായിരിക്കുന്ന സ്പെഷ്യൽ മെംബ്രേനിയസ് സ്ട്രക്ചേഴ്സ് ആണ്. ഇത് കാണുന്നത് 3 തരത്തിലായിരിക്കും കാണുക. They are seen as vesicles, tubules and lamellae. Vesicles, tubules and lamellae ഇങ്ങനെ 3 ടൈപ്സ് ആയിട്ടായിരിക്കും എന്ത് കാണുക, മീസോസോംസ് കാണപ്പെടുക. അപ്പോൾ മീസോസോംസ് ആർ സ്പെഷ്യൽ membranous structures formed by the extensions of plasma membrane. They are seen as vesicles, tubules and lamellae. Okay. ഇനി അതിൻ്റെ ഫംഗ്ഷൻ ആണ് പറയുന്നത്. മീസോസോംസ് ഹെൽപ്പ് ഇൻ സെൽ വാൾ ഫോർമേഷൻ ആൻഡ് DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷന് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞു ബൈനറി ഫിഷൻ നടക്കുകയാണ്. ബൈനറി ഫിഷൻ നടക്കുമ്പോഴത്തേക്ക് ഒരു സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്ലാസ്മ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യണം, ന്യൂക്ലിയസും ഡിവൈഡ് ചെയ്യണം. അതിൻ്റെ പേരുകൾ നമുക്കറിയാം, കാരിയോകൈനസിസ് ആൻഡ് സൈറ്റോകൈനസിസ്. അപ്പോൾ ഈ ന്യൂക്ലിയസ് ഓർ ക്രോമസോമൽ DNA ഒക്കെ റെപ്ലിക്കേറ്റ് ചെയ്യണം. ആ DNA റെപ്ലിക്കേഷന് മീസോസോം സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം സെൽ വാൾ ഫോർമേഷനും സഹായിക്കുന്നുണ്ട്. അതാണ് മീസോസോംസിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് ഒരു ഓർഗനൽ എന്ന് പറയുന്നത് റൈബോസോമാണ്. നമുക്കറിയാം യൂക്കാരിയോട്സിലും പ്രോകാരിയോട്സിലും ഒരുപോലെ കാണുന്ന ഒരു ഓർഗനൽ ആണ് ഏത്, റൈബോസോംസ് എന്ന് പറയുന്നത്. അപ്പോൾ റൈബോസോംസ് ആർ സീൻ ഇൻ ബോത്ത് പ്രോകാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ്. ഇത് 2 തരത്തിലുണ്ടാകാം. 2 തരത്തിലെന്ന് പറഞ്ഞാൽ യൂക്കാരിയോട്സിലാണെങ്കിൽ ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് കാണും. ന്യൂക്ലിയസിനോട് അറ്റാച്ച് ചെയ്തിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടാകാം. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലും അറ്റാച്ച് ചെയ്ത് റൈബോസോംസ് കാണാം. അത്തരം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെയാണ് എന്ത് പറയുക, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുക. പക്ഷെ ഇവിടെയാണെങ്കിൽ പ്രോകാരിയോട്സിൽ ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആബ്സെൻ്റ് ആണ്. അപ്പോൾ പിന്നെ ഇതെവിടെ കാണുന്നു, ഇത് പ്ലാസ്മ മെംബ്രെയിനിൽ തന്നെയാണ് കാണുക. ഫ്രീ ആയിട്ട് പ്ലാസ്മ മെംബ്രെയിനിൽ കാണുന്ന ഗ്രാനുലാർ സ്ട്രക്ചേഴ്സിനെയാണ് റൈബോസോംസ് എന്ന് പറയും. അപ്പോൾ റൈബോസോംസ് ആർ ദി ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് either attached to the endoplasmic reticulum or seen freely in the cytoplasm. ഇവിടെ പ്രോകാരിയോട്സ് ആകുമ്പോഴത്തേക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് ആബ്സെന്റ്, അതുകൊണ്ട് ഫ്രീ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്തല്ലാതെ കാണുന്ന ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് ആണ്. ഇനി പ്രോകാരിയോട്സിലായാലും യൂക്കാരിയോട്സിലായാലും ഈ റൈബോസോംസിന് 2 സബ് യൂണിറ്റ്സ് ആണുള്ളത്. 2 സബ് യൂണിറ്റ്സ് ആണുള്ളത്. ഒരു സ്മോളർ സബ് യൂണിറ്റും ഒരു ലാർജർ സബ് യൂണിറ്റും ഉണ്ടാകും. സ്മോളർ സബ് യൂണിറ്റ് ആൻഡ് ലാർജർ സബ് യൂണിറ്റ്സ് ഉണ്ടാകാം പ്രോകാരിയോട്സിലും യൂക്കാരിയോട്സിലും. ഈ 2 സബ് യൂണിറ്റുകളും നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻസും RNAയും ചേർന്നിട്ടാണ്. പ്രോട്ടീൻസ് ആൻഡ് RNA ചേർന്നിട്ടാണ് റൈബോസോംസ് നിർമ്മിച്ചിരിക്കുക. അപ്പോൾ പ്രോട്ടീൻസ് ആൻഡ് RNA ആർ ദി കമ്പോണൻസ് ഓഫ് റൈബോസോംസ്. റൈബോസോംസ് ആർ ദി ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് സീൻ ഇൻ ദി സൈറ്റോപ്ലാസം ഇൻ പ്രോകാരിയോട്സ്. യൂക്കാരിയോട്സിൽ അത് 2 തരത്തിലുണ്ടാകാം. പ്ലാസ്മ മെംബ്രെയിനിലും സൈറ്റോപ്ലാസത്തിൽ കാണാം, അല്ലെങ്കിൽ എവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്തും കാണാം. എന്തായാലും അവയ്ക്ക് 2 സബ് യൂണിറ്റ്സ് കാണാം, സ്മോളർ സബ് യൂണിറ്റ് ആൻഡ് ലാർജർ സബ് യൂണിറ്റ്. അതിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് സ്മോളർ സബ് യൂണിറ്റ് പ്രോകാരിയോട്ടിക് റൈബോസോംസിൻ്റെ സ്മോളർ സബ് യൂണിറ്റ് ഈസ് 50S ആൻഡ് ലാർജർ സബ് യൂണിറ്റ് ഈസ് 50S ആൻഡ് സ്മോളർ സബ് യൂണിറ്റ് ഈസ് 30S. What is S? S stands for Swedberg unit. Swedberg യൂണിറ്റിൻ്റെ ഒരു അബ്രിവിയേഷൻ ആണ് S എന്ന് പറയുന്നത്. അപ്പോൾ Swedberg യൂണിറ്റ് ഈസ് ദി സെഡിമെൻറ്റേഷൻ കോയിഫിഷ്യൻ. സ്വെഡ്ബർഗ് യൂണിറ്റ് ഈസ് ദി സെഡിമെൻറ്റേഷൻ കോയിഫിഷ്യൻ. അതാണ് സ്വെഡ്ബർഗ്. അതിൻ്റെ S ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 2 സബ് യൂണിറ്റ്സ് ഉണ്ട്. ലാർജർ സബ് യൂണിറ്റ് ഈസ് 50S ആൻഡ് സ്മോളർ സബ് യൂണിറ്റ് ഈസ് 30S. പക്ഷേ ഇത് രണ്ടും ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് 70S. അപ്പോൾ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓൺ വേർഡ്. പ്രോകാരിയോട്ടിക് റൈബോസോം ഈസ് 70S. പ്രോകാരിയോട്ടിക് റൈബോസോം ഈസ് 70S. ഓക്കെ. അപ്പോൾ റൈബോസോംസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസ് ആണ്. നമുക്കറിയാം പ്രോട്ടീൻ സിന്തസിന് 2 സ്റ്റെപ്സ് ആണുള്ളത്, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് DNA ഡയറക്റ്റായിട്ട് പ്രോട്ടീൻ സിന്തസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ആ DNAയിൽ നിന്നാണ്, ന്യൂക്ലിയസിനകത്ത് DNAയിൽ നിന്നാണ് RNA ഫോം ചെയ്യുക. RNA എന്ന് പറയുന്നത് mRNA ആണ്, മെസ്സഞ്ചർ RNA ആണ് DNA എന്ന് ഫോം ചെയ്യുക. ഇതിനു വേണ്ടുന്ന ഇൻഫർമേഷൻസ് DNAയിൽ നിന്ന് ക്യാരി ചെയ്തുകൊണ്ടിരുന്ന mRNA ആണ്. അത് റൈബോസോംസിൽ എത്തിയിട്ടാണ് എന്ത് ചെയ്യുക, പ്രോട്ടീൻ സിന്തസിസ് നടക്കുക. അപ്പോൾ റൈബോസോംസ് ഹെൽപ്പ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. റൈബോസോംസ് ആർ ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് വൺ റൈബോസോമായിട്ട് കണക്ട് ചെയ്തതിൻ്റെ മറ്റു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് പോളിസോം. ഡ്യൂറിങ് പ്രോട്ടീൻ സിന്തസിസ്
മെനി റൈബോസോംസ് ഗെറ്റ് അറ്റാച്ച്ഡ് ടു എ കോമൺ mRNA. പ്രോട്ടീൻസസ് നടക്കുന്ന സമയത്ത് ഒന്നിലധികം റൈബോസോംസ് ഇങ്ങനെ ഒരു കോമൺ mRNAയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ദിസ് സ്ട്രക്ചർ ഈസ് കാൾഡ് പോളി റൈബോസോം ഓർ പോളിസോം. അപ്പോൾ ഡ്യൂറിങ് പ്രോട്ടീൻ സിന്തസിസ് എന്ത് ചെയ്യുന്നു, മെനി റൈബോസോംസ് ആർ അറ്റാച്ച്ഡ് ടു എ സിംഗിൾ ഓർ എ കോമൺ mRNA. ദിസ് സ്ട്രക്ചർ ഈസ് കാൾഡ് പോളിസോം എന്ന് പറയാം. ഓക്കെ, ഇത് റൈബോസോംസ്. അപ്പോൾ റൈബോസോംസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഇനി നെക്സ്റ്റ് വൺ പ്രോകാരിയോട്ടിക് സെല്ലിൽ തന്നെയുള്ള മറ്റൊരു സ്ട്രക്ചറാണ് ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത്. പ്രോകാരിയോട്സിലുള്ള ഈ ഇൻക്ലൂഷൻ ബോഡീസിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻക്ലൂഷൻസ് ബോഡീസിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ റിസർവ് ഫുഡ് സ്റ്റോർ ചെയ്യുകയാണ്. റിസർവ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നതാണ് ഇൻക്ലൂഷൻസ്. നമ്മൾ ആളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആളുകളിലൊക്കെ റിസർവ് ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്ന ചില സ്റ്റോറേജ് ബോഡീസ് കാണാം. ദേ ആർ കാൾഡ് പൈറനോയിഡ്സ് എന്ന് പറയും. അതുപോലെ ഇവിടെ ചില യൂണിസെല്ലാർ സ്ട്രക്ചേഴ്സ് ഉണ്ട്. യൂണിസെല്ലാർ ഓർഗാനിസംസിൽ കാണുന്ന സ്ട്രക്ചേഴ്സിനാണ് എന്താ പറയുക, ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുക. അപ്പോൾ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നത് ഇൻക്ലൂഷൻ ബോഡീസിലാണ്. അത് കോമൺലി സ്റ്റോർ ചെയ്യുന്നത് ഫോസ്ഫേറ്റ് ഗ്രാനുൾസ് ആയിട്ടോ ഗ്ലൈക്കോജൻ ഗ്രാനുൾസ് ഒക്കെ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പോൾ അതാണ് ഇൻക്ലൂഷൻ ബോഡീസ് ആർ ദി മൈന്യൂട്ട് സ്ട്രക്ചേഴ്സ്. ദ സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ്, റിസർവ് ഫുഡ് മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യുന്നത് ഇൻക്ലൂഷൻ ബോഡീസിലാണ് ആസ് ഫോസ്ഫേറ്റ് ഗ്രാനുൾസ് ആൻഡ് ഗ്ലൈക്കോജൻ ഗ്രാനുൾസ്. ഇത്രയും പ്രോകാരിയോട്ടിക് സെല്ലിൽ വരുന്ന പോയിന്റ്സ് ആണ്. പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളാണ്. അതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഈ പറയുന്നത് അല്ല. നെക്സ്റ്റ് ഓർഗനൽ എന്ന് പറയുന്ന സെൽ മെംബ്രെയിൻ ആണ്. നെക്സ്റ്റ് ഓർഗനൽ ഈസ് സെൽ മെംബ്രെയിൻ. നമുക്കറിയാം സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ യൂക്കാരിയോട്സിലും പ്രോകാരിയോട്സിലും ഒക്കെ കാണുന്നതാണ്. സെൽ മെംബ്രെയിൻ ഈസ് എ സെമി പെർമിബിൾ മെംബ്രെയിൻ. സെമി പെർമിബിൾ മെംബ്രെയിൻ ആണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സെൽ വാളിനുള്ളിൽ കാണും. പറയാം പ്ലാന്റ് സെല്ലിൽ സെൽ വാൾ കാണാം. പക്ഷേ അനിമൽ സെല്ലിൽ സെൽ വാൾ ഈസ് ആബ്സെൻറ്റ്. സെൽ വാളിന് പകരം അവിടെ കാണുന്നത് സെൽ മെംബ്രെയിൻ ആണ്. ദിസ് സെൽ മെംബ്രെയിൻ ഈസ് സെമി പെർമിബിൾ. നമുക്കറിയാം സെമി പെർമിബിൾ എന്ന് വെച്ചാൽ എന്താ, എല്ലാത്തിനെയും മോളിക്യൂൾസിനെ അലോ ചെയ്യുന്നില്ല. സർട്ടൻ മോളിക്യൂൾസിനെ മാത്രമേ അതിലൂടെ പാസ് ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ ദിസ് ഈസ് സെമി പെർമിബിൾ മെംബ്രെയിൻ. ഇറ്റ് ഈസ് ലിപ്പോപ്രോട്ടീനേഷ്യസ് ഇൻ നേച്ചർ, മീൻസ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. So cell membrane is a semi-permeable membrane made up of lipids and proteins. So it is called lipoproteinaceous എന്ന് പറയും. ഇതിൽ തന്നെ ലിപ്പിഡ്സ് രണ്ട് ലെയർ ആയിട്ടാണ് കാണുന്നത്. സോ ഇറ്റ് ഈസ് കാൾഡ് ലിപ്പിഡ് ബൈ ലെയർ. ലിപ്പിഡ്സ് ആർ സീൻ ആസ് 2 layers. സോ ഇറ്റ് ഈസ് കാൾഡ് ബൈ ലെയർ. പിന്നുള്ളത് പ്രോട്ടീൻസ് ആണ്. അതിൽ തന്നെ ലിപ്പിഡ്സ് കാണുന്നത് ഫോസ്ഫോ ഗ്ലിസറൈഡ്സ് ആയിട്ടാണ്. ലിപ്പിഡ് ഈസ് മേഡ് അപ്പ് ഓഫ് ഫോസ്ഫോ ഗ്ലിസറൈഡ്സ് ആയിട്ട് കാണുന്നു. ഓക്കെ, പ്രോട്ടീൻസ് തന്നെ രണ്ട് തരത്തിൽ കാണാം. ഈ ബൈ ലെയറിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് എന്താണ് പ്രോട്ടീൻസ് കാണാം. ഈ പ്രോട്ടീൻസ് 2 types കാണാം. ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആൻഡ് പെരിഫറൽ പ്രോട്ടീൻസ്. അപ്പോൾ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആൻഡ് പെരിഫറൽ പ്രോട്ടീൻസ് ഇങ്ങനെ രണ്ട് തരത്തിൽ കാണാം. അപ്പോൾ സെൽ മെംബ്രെയിൻ പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലൊക്കെ കാണുന്ന ഒരു ഓർഗനൽ ആണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ പ്ലാന്റ് സെല്ലിൽ സെൽ മെംബ്രെയിന് പുറമെ അഡീഷണൽ ആയിട്ട് സെൽ വാൾ കൂടെ കാണാം. അനിമൽ സെല്ലിൽ സെൽ വാൾ ആബ്സെൻ്റ് ആണ്. സോ പുറത്ത് സെൽ മെംബ്രെയിൻ ഇരി കാണാം. ഇറ്റ് ഈസ് സെമി പെർമിബിൾ ആൻഡ് ഈസ് ലിപ്പോപ്രോട്ടീനേഷ്യസ് ഇൻ നേച്ചർ. ലിപ്പിഡ് ഈസ് സീൻ ആസ് എ ബൈ ലെയർ ആൻഡ് ഇടയ്ക്കിടയ്ക്ക് അതിന് ഇടയ്ക്ക് എന്ത് കാണാം, പ്രോട്ടീൻസ് കാണാം. ഈ പ്രോട്ടീൻസ് രണ്ട് തരത്തിൽ കാണാം. ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആൻഡ് പെരിഫറൽ പ്രോട്ടീൻസ് ഇങ്ങനെ രണ്ട് തരത്തിൽ കാണാം. ഇനി സെൽ മെംബ്രെയിൻ്റെ പല സ്ട്രക്ചേഴ്സ് പല സയൻറ്റിസ്റ്റുകൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനെ ലാമിനാർ, ബൈലാമിനാർ മോഡൽ, സാൻഡ്വിച്ച് മോഡൽ, ഇങ്ങനെ പല ടൈപ്പുകൾ. പക്ഷേ ഇന്നിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്നാണ് പറയുക. അപ്പോൾ സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോഡലിൻ്റെ പേര് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്നാണ്. ഇത് പ്രപ്പോസ് ചെയ്തത് സിംഗർ ആൻഡ് നിക്കോൾസൺ ഇങ്ങനെ രണ്ട് സയൻറ്റിസ്റ്റുകാരാണ്. അപ്പോൾ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് സെൽ മെംബ്രെയിൻ വാസ് പ്രപ്പോസ്ഡ് ബൈ സിംഗർ ആൻഡ് നിക്കോൾസൺ. അക്കോർഡിംഗ് ടു ദിസ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, cell membrane has a quasi-fluid nature. It has a quasi-fluid nature, cell membrane എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞ സ്ട്രക്ചേഴ്സ് തന്നെയാണ്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. സോ ഇറ്റ് ഈസ് കാൾഡ് ലിപ്പോപ്രോട്ടീനേഷ്യസ് ഇൻ നേച്ചർ, മേഡ് അപ്പ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. അതിൽ തന്നെ ലിപ്പിഡ്സ് എങ്ങനെ കാണുന്നു, രണ്ട് ലെയർ ആയിട്ട് ബൈ ലെയർ ആയിട്ടാണ് കാണുന്നത്. അത് സെൻട്രൽ ലിപ്പിഡ് ബൈ ലെയർ ആയിട്ട് കാണുന്നു. ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് ഫോസ്ഫോ ലിപ്പിഡ്സ് ആയിരിക്കും അവിടെ കാണാം. അതിനെ ഇൻ്റർമിങ്കിൾ ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് എന്ത് കാണുന്നു, പ്രോട്ടീൻ മോളിക്യൂൾസും കാണാം. നേരത്തെ പറഞ്ഞു പ്രോട്ടീൻ മോളിക്യൂൾസ് രണ്ട് തരത്തിൽ, ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആൻഡ് പെരിഫറൽ പ്രോട്ടീൻസ് ആയിട്ടായിരിക്കും കാണുക. പെരിഫറൽ പ്രോട്ടീൻസ് ആണ് പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് കാണാം. പിന്നെ അത് ഇൻ്റഗ്രൽ പ്രോട്ടീൻസും കാണാം. ഇങ്ങനെ 2 types ഓഫ് പ്രോട്ടീൻസും ലിപ്പിഡ്സും ചേർന്നിട്ടുള്ളതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. ഈ ലിപ്പിഡ്സും പ്രോട്ടീൻസും ഒരു മൊസൈക്ക് മോഡലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കും. പ്രത്യേക പാറ്റേൺ ഇല്ലാത്ത രീതിയിൽ മൊസൈക്ക് മാനറിൽ അറേഞ്ച് ചെയ്തിരിക്കും. പിന്നെ ഇൻ അഡീഷൻ ടു ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ദർ ഈസ് ഷുഗർ മോളിക്യൂൾസ് ആൻഡ് കൊളസ്ട്രോൾ മോളിക്യൂൾസ്. ഷുഗർ മോളിക്യൂൾസും കൊളസ്ട്രോൾ മോളിക്യൂൾസും കാണും. അപ്പോൾ സെൽ മെംബ്രെയിൻ്റെ മോഡലിൻ്റെ പേരാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ
Singer and Nicholson. According to this model, cell membrane is a quasi-fluid nature made up of lipids and proteins. Lipids seen as a bilayer, and two types of proteins are seen in this bilayer: integral proteins and peripheral proteins. പിന്നെ ഷുഗർ മോളിക്യൂൾസും കൊളസ്ട്രോൾ മോളിക്യൂൾസും കൂടെ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ക്വാസി ഫ്ലൂയിഡ് നേച്ചർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓർഗനൽ നമുക്ക് വരുന്നത് മൈറ്റോകോൺട്രിയാണ്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് പവർ ഹൗസ് ഓഫ് സെല്ലാണ്. പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയാണ്. കാരണം റെസ്പിറേഷൻ എന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട് നമ്മുടെ എയറോബിക് റെസ്പിറേഷന് 2 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഗ്ലൈക്കോളിസിസ്, അത് ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കാൾഡ് ക്രബ് സൈക്കിൾ. ക്രബ് സൈക്കിൾ നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് നടക്കുക. അപ്പോൾ ക്രബ് സൈക്കിൾ എന്ന പ്രോസസ്സ് നടന്നു കഴിയുമ്പോഴത്തേക്കാണ് റെസ്പിറേഷൻ കംപ്ലീറ്റ് ആകുന്നതും അവിടെ എനർജി റിലീസിങ് നടക്കുന്നതൊക്കെ. ക്രബ് സൈക്കിൾ കഴിഞ്ഞാലടുത്ത് ടെർമിനൽ ഓക്സിഡേഷനിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്നൊരു പ്രോസസ്സുണ്ട്. അവിടെയാണ് ATP ഫോർമേഷൻ നടക്കുന്നത്. ഇങ്ങനെ ഓരോ സെല്ലിലും മൈറ്റോകോൺട്രിയ സ്വന്തമായി എയറോബിക് റെസ്പിറേഷൻ നടത്തി അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ നടത്തി ഓരോ സെല്ലിനും ഇൻഡിവിജ്വൽ സെൽസിനും ആവശ്യമായ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് പവർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈറ്റോകോൺട്രിയ ആർ ദി പവർ ഹൗസ് ഓഫ് ദ സെൽ because they produce and transfer energy to individual cells. ആ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മുടെ റെസ്പിറേഷനിൽ വരുന്ന ക്രബ് സൈക്കിൾ ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയ ആർ ദി ഗ്രാനുലാർ ഓർ സ്ഫെറിക്കൽ സ്ട്രക്ചേഴ്സ് സീൻ ഇൻ ദി സൈറ്റോപ്ലാസം. മൈറ്റോകോൺട്രിയ ആർ ദി ഗ്രാനുലാർ ഓർ സ്ഫെറിക്കൽ സ്ട്രക്ചേഴ്സ് സീൻ ഇൻ ദി സൈറ്റോപ്ലാസം എന്ന് പറയും. നോക്കുക, ഓരോ മൈറ്റോകോൺട്രിയോണിനും ഡബിൾ ലെയർഡ് മെംബ്രെയിൻ അവിടെ കാണും. ഓരോ മൈറ്റോകോൺട്രിയോണിനും ഡബിൾ ലെയർഡ് മെംബ്രെയിൻ കാണാം. One is outer membrane and the inner membrane. അപ്പോൾ outer membrane and inner membranes കാണും. In between the two membranes there is a space called perimitochondrial space. അപ്പോൾ 2 മെംബ്രെയിനും ഇടയ്ക്കുള്ള സ്പേസിനെ പറയുന്നവർ പെരിമൈറ്റോകോൺട്രിയൽ സ്പേസ് എന്നാണ്. അവിടെ ഒരു ഫ്ലൂയിഡും ഫില്ല് ചെയ്ത് കാണാം, പെരിമൈറ്റോകോൺട്രിയൽ ഫ്ലൂയിഡൊക്കെ ഉണ്ടാകാം. ഇനി ആ ഉള്ളിൽ അതിനേറ്റവും അകത്തായിട്ട് ഇന്നർ മെംബ്രെയിന് അകത്തായിട്ട് അവിടെ ഒരു പ്രോട്ടീനേഷ്യസ് ഒരു ന്യൂട്രീഷ്യസ് ഫ്ലൂയിഡ് കാണാം. ഇറ്റ് ഈസ് കാൾഡ് മാട്രിക്സ്. നമ്മുടെ ക്രബ് സൈക്കിളൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചാണ്, മാട്രിക്സിൽ വെച്ചാണ്. അപ്പോൾ ക്രബ് സൈക്കിൾ നടക്കുന്ന മാട്രിക്സ് ആണ് ഈ കാണുന്ന നടുവിൽ കാണുന്ന ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് മാട്രിക്സ്. മാട്രിക്സ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, റൈബോസോംസ് ആൻഡ് RNA. അപ്പോൾ അങ്ങനെ അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ട്? ലിപ്പിഡ്സ് ഉണ്ട്, പ്രോട്ടീൻസ്, റൈബോസോംസ്, RNA ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ഇതിനകത്ത് ഫില്ല് ചെയ്ത് കാണുന്നുണ്ട്. ഇനി നോക്കുക, ഡബിൾ ലെയർഡ് മെംബ്രെയിനിൽ ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിൻ ഒരു എൻറ്റയർ മെംബ്രെയിനായിട്ടല്ല കാണുന്നത്, ഇടയ്ക്കിടെ അതകത്തേക്ക് ചില ഇൻഫോൾഡിങ്ങുകളായിട്ട് ഉൾമടക്കുകളായിട്ട് കാണുന്നുണ്ട്. ദീസ് ഇൻഫോൾഡിങ്സ് ഓഫ് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ ആർ കാൾഡ് ക്രിസ്റ്റേ. ക്രിസ്റ്റ ഓർ ക്രിസ്റ്റേ എന്ന് പറയും. What are cristae? Cristae are the infoldings of inner mitochondrial membrane. ഉൾമടക്കുകളായിട്ട് അകത്തേക്ക് കാണുന്നു. അത്തരം ഇൻഫോൾഡിങ്സിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റേ എന്ന് പറയുന്നത്. ഈ ക്രിസ്റ്റയിൽ ചില ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. ദീസ് ഗ്രാനുൾസ് ആർ കാൾഡ് ഓക്സിസോംസ്. ഓക്സിസോംസിനെ കുറിച്ച് നമ്മൾ റെസ്പിറേഷനിൽ പറയുന്നുണ്ട്. ദീസ് ആർ ടെന്നീസ് റാക്കറ്റ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ 3 ഭാഗങ്ങളുള്ള ഹെഡ് പീസ് ഓർ F1 സ്റ്റോക്ക് ആൻഡ് F0 ഓർ ബേസ്. അപ്പോൾ അതിൽ ഹെഡ് പീസാണ് ഇവിടെ കാണുന്നത്. ബാക്കി പോർഷനെല്ലാം ആ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിന് ഉള്ളിൽ സ്പേസിലായിരിക്കും കാണുക. അതിൽ തന്നെ ഈ ഓക്സിസോമിലാണ് എന്ത് കാണുക? ATP സിന്തസിന് ആവശ്യമായ എൻസൈം, മീൻസ് പേരെന്താ, ATP സിന്തേസ് എന്ന എൻസൈം കാണുന്നത് ഓക്സിസോമിൻ്റെ ഹെഡ് പീസ് ഓർ F1ലാണ്. അപ്പോൾ ഈ ഓക്സിസോമിൽ വെച്ചാണ് ATP സിന്തസിസ് നടക്കുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുക. അപ്പോൾ ഓക്സിസോംസ് ആർ ദി ഗ്രാനുലാർ സ്ട്രക്ചർ സീൻ അറ്റാച്ച്ഡ് ടു ദി ക്രിസ്റ്റേ. അപ്പോൾ ദിസ് ഈസ് മൈറ്റോകോൺട്രിയ. അപ്പോൾ മൈറ്റോകോൺട്രിയ ഈസ് ദി പവർ ഹൗസ് ഓഫ് ദ സെൽ. ദേ പ്രൊഡ്യൂസ് ആൻഡ് ട്രാൻസ്ഫർ എനർജി ടു ദ സെൽ. ഡബിൾ ലെയർഡ് മെംബ്രെയിൻ, ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ സ്പേസ് കാൾഡ് പെരിമൈറ്റോകോൺട്രിയൽ സ്പേസ്. അകത്തെ ഫ്ലൂയിഡിൻ്റെ പേര് മാട്രിക്സ്. ഇൻഫോൾഡിങ്സ് ആർ കാൾഡ് ക്രിസ്റ്റേ. ക്രിസ്റ്റയിൽ അറ്റാച്ച് ചെയ്ത് കാണുന്ന ഗ്രാനുൾസിനെ പറയുന്ന പേര് ഓക്സിസോംസ് എന്നാണ്. ഓക്സിസോംസിൻ്റെ ഫംഗ്ഷൻ ATP സിന്തസ് ആണ്. അങ്ങനെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന സെല്ലിന് കൊടുക്കുന്നുണ്ട്, പവർ ഹൗസ് എന്ന് പറയാം. സോ നെക്സ്റ്റ് ഓർഗനൽ ഈസ് കാൾഡ് പ്ലാസ്റ്റിഡ്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് യൂക്കാരിയോട്സിലൊക്കെ കുറേ പ്ലാന്റ്സിൻ്റെ ലീഫിനും ഫ്രൂട്ട്സിനൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് കാണാം. ചില പിഗ്മെൻറ്റ്സ് കാണാം, അവിടെ വർണ്ണകങ്ങൾ കാണാം. ഈ പിഗ്മെൻറ്റ്സാണ് ഫോട്ടോസിന്തസിനൊക്കെ സഹായിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ പ്ലാന്റ്സിൽ കാണുന്ന അങ്ങനെ കളേഴ്സ് കൊടുക്കുന്ന, നിറം കൊടുക്കുന്ന അത്തരം ഓർഗനൽസിനെയാണ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുക. അപ്പോൾ പ്ലാസ്റ്റിഡ്സ് ആർ ദി പിഗ്മെൻറ്റ് ബിയറിംഗ് ഓർഗനൽസ്. പ്ലാസ്റ്റിഡ്സ് ആർ ദി പിഗ്മെൻറ്റ് ബിയറിംഗ് ഓർഗനൽസ് ഇൻ പ്ലാന്റ്സ്.
നമുക്കറിയാം ലീഫ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് കാണാം. നമ്മൾ പഠിച്ചു എല്ലാം ഗ്രീൻ ആണെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോറോഫിൽസ് കാണാം. ക്ലോറോഫിൽ A, B, C, D ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് കാണാം. പിന്നെ കരോട്ടീൻസ്, സാന്തോഫിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിഗ്മെൻറ്റ്സ് കാണാം പ്ലാന്റ്സിൽ. അപ്പോൾ അത്തരം പിഗ്മെൻറ്റ് ബിയറിംഗ് ഓർഗനൽസിനെയാണ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയാം. അവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുക, സൺലൈറ്റിലുള്ള ആ എനർജി, സോളാർ എനർജി അബ്സോർബ് ചെയ്യുക, ഫോട്ടോസിന്തസിസിന് സഹായിക്കുക. അപ്പോൾ ദേ ഹെൽപ്പ് ഇൻ സിന്തസിസ് ഓഫ് ഫുഡ്. പിന്നെ ചിലതൊക്കെ എന്താണ് സ്റ്റോറേജും ചെയ്യുന്നുണ്ട്, ഫുഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻ ഫങ്ഷൻസ് ഓഫ് പ്ലാസ്റ്റിഡ്സ് ആർ സിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് എന്ന് പറയാം. ഇനി ഓരോ പ്ലാസ്റ്റിഡ്സിലും ഓരോ തരത്തിലുള്ള പിഗ്മെൻറ്റ്സ് ആയിരിക്കും കാണുക. ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് ദിസ് പിഗ്മെൻറ്റ്, പ്ലാസ്റ്റിഡ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3. ദേ ആർ ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്, ഇങ്ങനെ 3 തരത്തിലാണ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ പ്ലാസ്റ്റിഡ് ആണ്. ക്ലോറോപ്ലാസ്റ്റ് ഈസ് ഗ്രീൻ പ്ലാസ്റ്റിഡ്. അപ്പോൾ അവിടെ കാണുന്ന പിഗ്മെൻറ്റ് ക്ലോറോഫിൽസ് ഡിഫറെൻറ്റ് ടൈപ്സ്, ക്ലോറോഫിൽ A, B, C, D ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് കാണാം. ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ഒക്കെ നമുക്ക് കാണാം ലീഫിലൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് അവിടെ കാണുന്ന ഗ്രീൻ പിഗ്മെൻറ്റ് ക്ലോറോഫിലാണ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസിൽ പറഞ്ഞു ഫുഡ് പ്രൊഡക്ഷൻ ആണ് എൻ്റെ ഫംഗ്ഷൻ. ക്ലോറോഫിലാണ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുക. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഈസ് ദ ഗ്രീൻ പ്ലാസ്റ്റിഡ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ പിഗ്മെൻറ്റ് ക്ലോറോഫിൽ. നെക്സ്റ്റ് വൺ ക്രോമോപ്ലാസ്റ്റിൽ കാണുന്നത് കളേഴ്സ് അതർ ദാൻ ഗ്രീൻ ആണ്. ഗ്രീൻ ഒഴികെ മറ്റുള്ള കളേഴ്സ് ആയിരിക്കും കാണുക. എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വരുന്നതാണ് കരോട്ടീൻ ആൻഡ് സാന്തോഫിൽസ്. നമ്മൾ പഠിച്ചാണ് ഫോട്ടോസിന്തസിനെ സഹായിക്കുന്ന ചില പിഗ്മെൻറ്റ്സ് ആണ്, ലൈറ്റ് അബ്സോർബ് ചെയ്യാനൊക്കെ സഹായിക്കുന്നവയാണ് ഏത്, കരോട്ടീൻസ് ആൻഡ് സാന്തോഫിൽസ്. രണ്ടും ചേർത്ത് കരോട്ടിനോയിഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ക്രോമോപ്ലാസ്റ്റിൽ എന്താ കാണുന്ന ഗ്രീൻ ഒഴികെയുള്ള ബാക്കി കളേഴ്സ് അതർ ദാൻ ഗ്രീൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ. ഇനി തേർഡ് വൺ ല്യൂക്കോപ്ലാസ്റ്റ് ആണ്. ല്യൂക്കോപ്ലാസ്റ്റ് പ്ലാസ്റ്റിഡ് ആണെങ്കിലും അവിടെ പിഗ്മെൻറ്റ്സ് ആബ്സെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് കളർലെസ് ആയിരിക്കും. അപ്പോൾ കളർലെസ് പ്ലാസ്റ്റിഡിനെയാണ് എന്താ പറയുക, ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയാം. അത് പ്രധാനമായിട്ട് സ്റ്റോറേജ് ബോഡീസിലൊക്കെയാണ് കാണുക. നമ്മുടെ റൂട്ട് ട്യൂബേഴ്സിലൊക്കെ ഫുഡ് സ്റ്റോർ ചെയ്യുമ്പോൾ വൈറ്റ് കളറിൽ കാണാം. അതൊക്കെ ല്യൂക്കോപ്ലാസ്റ്റ് ആണ് ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിഡ്സ് ആർ ദി പിഗ്മെൻറ്റ് ബിയറിംഗ് ഓർഗനൽസ്. ദേ ഹെൽപ്പ് ഇൻ ദി സിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. Plastids are of 3 types based on the presence of pigments. They are chloroplast, chromoplast and leucoplast. Chloroplasts have chlorophyls, green pigment. Chromoplast colors other than green ആണ്, carotene and xanthophyll. And third one leucoplast ആണ്. It is colorless plastid. Colorless ആയതുകൊണ്ട് തന്നെ അവർ ഫുഡ് സിന്തസിസ് ചെയ്യുന്നില്ല, പകരം ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് പല ഫോമിലാകാം. ആ സ്റ്റോർ ചെയ്യുന്ന ഫുഡിൻ്റെ ഫോമിനനുസരിച്ച് ല്യൂക്കോപ്ലാസ്റ്റിനെ വീണ്ടും 3ആയി ഡിവൈഡ് ചെയ്യാം. ദേ ആർ അമൈലോപ്ലാസ്റ്റ്, അലിറോപ്ലാസ്റ്റ് ആൻഡ് എലയോപ്ലാസ്റ്റ്. അപ്പോൾ ല്യൂക്കോപ്ലാസ്റ്റിനെ വീണ്ടും 3ആയി തിരിക്കാം. ല്യൂക്കോപ്ലാസ്റ്റ് ഈസ് കളർലെസ് പ്ലാസ്റ്റഡ്. സോ അവർ ഫുഡ് സിന്തസിസ് ചെയ്യുന്നില്ല, പകരം ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. അതാണ് സ്റ്റോറേജ് ബോഡീസ് നേരത്തെ പറഞ്ഞ ട്യൂബേഴ്സ് എന്ന് പറയുന്നത്. അത് സ്റ്റോർ ചെയ്യുന്ന ഫുഡിൻ്റെ നേച്ചർ അനുസരിച്ച് ല്യൂക്കോപ്ലാസ്റ്റിനെ 3ആയി ഡിവൈഡ് ചെയ്യാം. അമൈലോപ്ലാസ്റ്റ്, അലൈറോപ്ലാസ്റ്റ് ആൻഡ് എലിയോപ്ലാസ്റ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അമൈലോപ്ലാസ്റ്റ് സ്റ്റോർ കാർബോഹൈഡ്രേറ്റ്സ് ഓർ സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. നമുക്കറിയാം പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഗ്ലൂക്കോസ് ആണ്. പക്ഷേ അത് ഗ്ലൂക്കോസ് ഇസ് സോളുബിൾ ഇൻ വാട്ടർ, സോ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച്. അപ്പോൾ സ്റ്റാർച്ച് ഓർ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്, അമൈലോപ്ലാസ്റ്റിലാണ്. സെക്കൻഡ് വൺ പ്രോട്ടീൻസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് അലിറോപ്ലാസ്റ്റ്. അപ്പോൾ അലിറോപ്ലാസ്റ്റ് സ്റ്റോർ ഫുഡ് ആസ് പ്രോട്ടീൻസ്. ആൻഡ് തേർഡ് വൺ എലിയോപ്ലാസ്റ്റ് സ്റ്റോർ ഫുഡ് ആസ് ഓയിൽ ആൻഡ് ഫാറ്റ്. അപ്പോൾ എലിയോപ്ലാസ്റ്റ് ഓയിൽ ആൻഡ് ഫാറ്റ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇതാണ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിഡ്സിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വെക്കുക. അപ്പോൾ പ്ലാസ്റ്റിഡ്സ് ആർ ദി പിഗ്മെൻറ്റ് ബിയറിംഗ് ഓർഗനൽസ്. ദേ സിന്തസിസ് ആൻഡ് സ്റ്റോർ ഫുഡ്. Based on pigment, they are divided into 3: chloroplast, chromoplast and leucoplast. അതിൽ ക്ലോറോപ്ലാസ്റ്റും ക്രോമോപ്ലാസ്റ്റിലും പിഗ്മെൻറ്റ്സ് കാണുന്നുണ്ട്, ക്ലോറോഫിലും കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ. ബട്ട് leucoplast is colorless, so അത് do not participate in photosynthesis but store food materials. സ്റ്റോർ ചെയ്യുന്ന ഫുഡ് അനുസരിച്ചാണ് 3ആയി ഡിവൈഡ് ചെയ്തത്. അമൈലോപ്ലാസ്റ്റ് സ്റ്റോർ കാർബോഹൈഡ്രേറ്റ്സ് ഓർ സ്റ്റാർച്ച്, അലിറോപ്ലാസ്റ്റ് സ്റ്റോർ പ്രോട്ടീൻസ് ആൻഡ് എലിയോപ്ലാസ്റ്റ് സ്റ്റോർ ഓയിൽസ് ആൻഡ് ഫാറ്റ്. നെക്സ്റ്റ് ഓർഗനൽ എന്ന് പറയുന്നത്, ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഓർഗനൽ എന്ന് പറയുന്നത് റൈബോസോംസ് ആണ്. റൈബോസോംസ് നമ്മൾ നേരത്തെ ഒരു തവണ പറഞ്ഞു. കാരണം പ്രോകാരിയോട്സ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യൂകാരിയോട്സിൻ്റെ ഓർഗനൽസിനെ കുറിച്ചാണ്. അപ്പോൾ പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും ഒരുപോലെ കാണുന്ന ഒരു ഓർഗനലാണ് റൈബോസോംസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും ഒരുപോലെ കാണുന്നതാണ് റൈബോസോംസ്. പിന്നെ പ്രോകാരിയോട്സിൽ അത് കാണുന്നത് പ്ലാസ്മ മെംബ്രെയിനിൽ ഫ്രീ ആയിട്ടായിരിക്കും കാണുക. പ്ലാസ്മ മെംബ്രെയിനിൽ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ടായിരിക്കും കാണുക.
ഓക്കെ, പ്രോട്ടോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് കാണുന്നു എവിടെ, പ്രോകാരിയോട്സിൽ. ബട്ട് ഇൻ യൂകാരിയോട്സ് ഫ്രീ ആയിട്ടും കാണാം, പിന്നെ അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്തും കാണാം. ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ മാത്രമേ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതോട്ട് അറ്റാച്ച് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയും കാണാം. അത്തരം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അതില്ലാത്തവയെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും പറയും. ഓക്കെ, അപ്പോൾ റൈബോസോംസ് ആർ ദി small granular structures either seen attached to the endoplasmic reticulum or seen freely in the cytoplasm. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലോ അറ്റാച്ച് ചെയ്ത് കാണുന്ന ഗ്രാനുലാർ സ്ട്രക്ചേഴ്സാണ് റൈബോസോംസ് എന്ന് പറയുന്നത്. ദീസ് റൈബോസോംസ് വെർ ഡിസ്കവേർഡ് ബൈ എ സയൻറ്റിസ്റ്റ് കോൾഡ് പലേഡ് എന്ന സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടെത്തിയത്. ഓക്കെ, എന്തായാലും പ്രോകാരിയോട്സ് ആയാലും യൂകാരിയോട്സ് ആയാലും റൈബോസോംസിന് 2 സബ് യൂണിറ്റ്സ് കാണാം. 2 സബ് യൂണിറ്റ്സ് ആണുള്ളത്. വൺ ഈസ് സ്മോളർ സബ് യൂണിറ്റ് ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ലാർജർ സബ് യൂണിറ്റ്. അപ്പോൾ സ്മോളർ സബ് യൂണിറ്റ് ആൻഡ് ലാർജർ സബ് യൂണിറ്റ് ഇങ്ങനെ 2 സബ് യൂണിറ്റ്സ് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് റൈബോസോംസ് ആർ മേഡപ്പ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻസ്. ദീസ് ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് ആർ കാൾഡ് പ്രോട്ടീൻസ് ആൻഡ് ദീസ് ത്രെഡ്-ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ RNA. അപ്പോൾ RNAയും പ്രോട്ടീൻസും കൊണ്ടാണ് റൈബോസോംസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് 2 സബ് യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, സ്മോളർ സബ് യൂണിറ്റ് ആൻഡ് ലാർജർ സബ് യൂണിറ്റ്. അതിൽ ഓർത്ത് വയ്ക്കുക, പ്രോകാരിയോട്ടിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രോകാരിയോട്സിൽ ഇത് സ്മോളർ സബ് യൂണിറ്റ് 30S ലാർജർ സബ് യൂണിറ്റ് 50S ആണെന്ന് പറഞ്ഞു. പക്ഷേ ദ ടുഗദർ ഫോം 70S. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് ഓൺവേർഡാണ്. Prokaryotic ribosomes are 70S. Prokaryotic ribosomes are 70S, but eukaryotic ribosomes are 80S. S means Swedberg unit. And the sedimentation coefficient ആണ് Swedberg unit എന്ന് പറയുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് S എന്ന് പറയുന്നത്. അപ്പോൾ eukaryotic ribosomes are 80S while prokaryotic ribosomes are 70S. 2 സബ് യൂണിറ്റ്സ് കാണാം. നമുക്ക് ഈ 2 സബ് യൂണിറ്റ്സിനെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ കഴിയും. ഈ റൈബോസോംസ് ആണ് പ്രോട്ടീൻസിൻ്റെ സമയത്ത് എന്ത് ചെയ്യുക, ഒരു കോമൺ mRNAയിൽ അറ്റാച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അതിൻ്റെ സ്ട്രക്ചർ പോളിസോം ഓർ പോളി റൈബോസോം എന്നും പറഞ്ഞു. അപ്പോൾ ഇതാണ് റൈബോസോംസ് എന്ന് പറയുന്നത്. ഓക്കെ, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിലെ ഫോക്കസ് ചെയ്ത ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ആണ് അവസാനത്തെ സ്ട്രക്ചർ. നമുക്കറിയാം യൂകാരിയോട്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആണ്. നമ്മൾ യൂകാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ് എന്ന സെല്ലിന് 2 ഡിവൈഡ് ചെയ്യാൻ കാരണം ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൻ്റെ പ്രസൻസ് അനുസരിച്ചാണ് അതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ന്യൂക്ലിയസ് ഈസ് ദി കൺട്രോളിങ് യൂണിറ്റ് ഓഫ് സെൽ. കൺട്രോളിങ് യൂണിറ്റ് എന്ന ആൾ വൈറ്റൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ഉള്ള സെല്ലുകൾ മാത്രമേ, ഏതൊരു സെൽ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ന്യൂക്ലിയസും സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുക. ആദ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യണം, കാരിയോകൈനസിസ്. അടുത്താണ് എന്ത് ചെയ്യുക, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് ഈസ് ദി കൺട്രോളിങ് യൂണിറ്റ് ഓഫ് ആൾ വൈറ്റൽ ആക്ടിവിറ്റീസ് ഓഫ് എ സെൽ. എല്ലാ വൈറ്റൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണെന്ന് പറയാം. നോക്കുക, ന്യൂക്ലിയസ് നമ്മുടെ പ്ലാന്റ് സെല്ലിലെ ഏറ്റവും വലിയ ഓർഗനൽ എന്ന് പറയുന്നത് വാക്യൂളാണ്. ബട്ട് അനിമൽ സെല്ലിൽ ഏറ്റവും വലിയ ഓർഗനൽ തന്നെ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ലാർജസ്റ്റ് ഓർഗനൽ ഇൻ പ്ലാന്റ് സെൽ ഈസ് വാക്യൂൾ, ബട്ട് ഇൻ അനിമൽ സെൽ ലാർജസ്റ്റ് ഓർഗനൽ ഈസ് ന്യൂക്ലിയസ്. അതാണ് സെല്ലിൻ്റെ നടുവിലായിട്ട് കാണുന്നത്. പക്ഷേ പ്ലാന്റ് സെൽസിൽ അറിയാലോ, ലാർജ് വാക്യൂൾ വരുമ്പോൾ ന്യൂക്ലിയസ് ഒരു സൈഡിലേക്കായിരിക്കും കാണുക. മെരിസ്റ്റമാറ്റിക് സെല്ലിൽ പക്ഷേ വാക്യൂൾസ് ആബ്സെൻ്റ് ആണ്. മെരിസ്റ്റമാറ്റിക് സെല്ല് വലിയ ഓർഗനൽ ന്യൂക്ലിയസ് തന്നെ. പക്ഷേ അത് മെച്ചർ സെല്ലായി മാറുമ്പോഴത്തേക്ക് വാക്യൂൾസ് ഫോം ചെയ്യുന്നു. അപ്പോഴത്തേക്കാണ് ന്യൂക്ലിയസ് ഒരു സൈഡിലേക്ക് നീങ്ങുന്നത്. ന്യൂക്ലിയസിനും നോക്കുക, സാധാരണ പല മെംബ്രെയിൻസിനും പല ഓർഗനൽസിനും ഉള്ള പോലെ ഡബിൾ ലെയർഡ് മെംബ്രെയിനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഈസ് കോൾഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഓർ ന്യൂക്ലിയർ എൻവലപ്പ്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ലിപ്പോപ്രോട്ടീനേഷ്യസ് ആണ് ന്യൂക്ലിയർ എൻവലപ്പ് ഓർ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് അല്ല കാണുക, ഇടയ്ക്കിടയ്ക്ക് അവിടെ ചില ഓപ്പണിങ്സ് കാണാം. ദീസ് പോർസ് ഓർ ഓപ്പണിങ്സ് ആർ കാൾഡ് ന്യൂക്ലിയർ പോർ. നമുക്കറിയാം, ഒരു സെല്ലിന് നടുവിലായിട്ട് കാണുന്ന ആ ന്യൂക്ലിയസിലേക്കും സൈറ്റോപ്ലാസത്തിലേക്കും അവിടെ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് നടക്കുന്നുണ്ട്. അകത്തേക്കും പുറത്തേക്കും ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് നടക്കുന്നുണ്ട്. ഈ ട്രാൻസ്പോർട്ട് നടക്കുന്നത് ന്യൂക്ലിയർ പോറിലൂടെയാണ്. അല്ലെങ്കിൽ തന്നെ പ്രോട്ടീൻ സിന്തസിൻ്റെ സമയത്ത് DNA യിൽ നിന്നാണ് RNA ഫോം ചെയ്യുക. ആ RNA പുറത്തേക്ക് വരുന്ന റൈബോസോമിലേക്ക് വരുന്നതും ന്യൂക്ലിയർ പോറിലൂടെയാണ്. അപ്പോൾ ന്യൂക്ലിയർ പോർസ് ആർ ദി മൈന്യൂട്ട് പോർസ് ഓർ ഓപ്പണിങ്സ് ഇൻ ദി ന്യൂക്ലിയർ എൻവലപ്പ്. ഡബിൾ ലെയർഡ് മെംബ്രെയിന് ഇടയ്ക്കൊരു സ്പേസ് കാണുന്നുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് പെരി ന്യൂക്ലിയർ സ്പേസ്. അപ്പോൾ 2 മെംബ്രെയിൻ ഇടയ്ക്കുള്ള സ്പേസിൻ്റെ പേര് പെരി ന്യൂക്ലിയർ സ്പേസ് എന്നാണ്. ഇനി ന്യൂക്ലിയസ് ഉള്ളിലാണെങ്കിൽ വളരെ അധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡാണ് കാണുന്നത്. ഒരു ന്യൂട്രീഷ്യസ് ഫ്ലൂയിഡ് കാണാൻ ഇറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോപ്ലാസം ഓർ കാരിയോലിംഫ്. ന്യൂക്ലിയോപ്ലാസം ഓർ കാരിയോലിംഫ് എന്നാണ് ആ ഫ്ലൂയിഡിനെ പറയുന്നത്. ഇറ്റ് ഈസ്
ഇറ്റ് കണ്ടെയ്ൻസ് RNA, പ്രോട്ടീൻസ്, എൻസൈംസ് ആൻഡ് മിനറൽസ്. അപ്പോൾ RNA, പ്രോട്ടീൻസ്, എൻസൈംസ്, മിനറൽസ് എല്ലാം കാണുന്ന ഒരു ന്യൂട്രീഷ്യസ് ഫ്ലൂയിഡാണ് ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കുക, അതിൽ ചില ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാം. ചില ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇവിടെ നിറഞ്ഞ് കാണുന്നുണ്ട്. ദീസ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനാണ് എന്താ പറയുക, ക്രൊമാറ്റിൻ ത്രെഡ്സ് ഓർ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ഓർ ഒരു നെറ്റ്വർക്ക് പോലെ കാണുന്നുണ്ട്. ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്നും പറയാം. അപ്പോൾ ക്രൊമാറ്റിൻ ത്രെഡ്സ് ആർ സീൻ ഇൻ ദി ന്യൂക്ലിയോപ്ലാസം. ഈ ന്യൂക്ലിയോപ്ലാസത്തിൽ കാണുന്ന ക്രൊമാറ്റിൻ ത്രെഡ്സ് ഓർ ക്രൊമാറ്റിൻ റെറ്റിക്കുലമാണ് സെൽ ഡിവിഷൻ്റെ സമയത്ത് കണ്ടൻസ് ചെയ്ത് ക്രോമസോമായിട്ട് മാറുക. നമുക്ക് DNA ഒക്കെ കാണുന്ന ക്രോമസോംസിലാണ്, ക്രൊമാറ്റിഡ്സിലാണ്. ആ ക്രോമസോംസ് ഫോം ചെയ്യുന്നത് എപ്പോഴാണ്, ഏതിൽ നിന്നാണ്? ക്രൊമാറ്റിൻ ത്രെഡ്സിൽ നിന്നാണ്. ഓർക്കുക, ഒരു സെല്ലിൻ്റെ ഗ്രോത്തിൻ്റെ സമയത്ത് ക്രൊമാറ്റിൻ ത്രെഡ്സ് ഓർ റെറ്റിക്കുലമായിട്ടായിരിക്കും കാണുക. പക്ഷേ എപ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആ ക്രൊമാറ്റിൻ ത്രെഡ്സ് കണ്ടൻസ് ചെയ്ത് ക്രോമസോമായിട്ട് മാറാം. അപ്പോൾ ക്രൊമാറ്റിൻ ത്രെഡ്സ് കണ്ടൻസ് ടു ഫോം ക്രോമസോംസ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ, എന്നിട്ടാണ് അഡ്ജന്റ് മെറ്റീരിയലൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ അതാണ് ക്രൊമാറ്റിൻ ത്രെഡ്സിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി പ്രോകാരിയോട്സിലാകുമ്പോഴത്തേക്ക് ന്യൂക്ലിയസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂക്ലിയസിൽ ഉള്ളിൽ കാണേണ്ട ക്രൊമാറ്റിൻ ത്രെഡ്സ് ആണ് ക്രോമസോമൽ DNA ആയിട്ട് ഫ്രീ ആയിട്ട് നേക്കഡായിട്ട് കാണുക. പിന്നെ ഒരു ഗ്ലോബുലാർ ബോഡിയുടെ അതിൽ കാണാം, അതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോലസ്. അപ്പോൾ ന്യൂക്ലിയോലസ് ഈസ് എ ഗ്ലോബുലാർ ബോഡി. അത് സഹായിക്കുന്നത് RNA ആൻഡ് പ്രോട്ടീൻ സിന്തസിന് സഹായിക്കുന്നതാണ്. RNA സിന്തസിനും പ്രോട്ടീൻ സിന്തസിനും സഹായിക്കുന്നത്. നമ്മൾ പറയും DNAയിൽ നിന്ന് RNA ഫോം ചെയ്യണം. പ്രോട്ടീൻ സിന്തസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ട്രാൻസ്ക്രിപ്ഷൻ. അതിൽ ന്യൂക്ലിയസിനുള്ളിൽ വെച്ച് DNAയിൽ നിന്ന് mRNA ഫോം ചെയ്യുന്നു. അപ്പോൾ ആ mRNAയുടെ ഫോർമേഷൻ ന്യൂക്ലിയോലസ് സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രോട്ടീൻ സിന്തസിനൊക്കെ സഹായിക്കുന്നതാണ് ഏത്, ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന ഗ്ലോബുലാർ സ്ട്രക്ചർ. അപ്പോൾ ഇതാണ് ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഇതിൽ ക്രൊമാറ്റിൻ ത്രെഡ്സ് ആണ് പിന്നീട് എന്തായിട്ട് മാറുക, ക്രോമസോംസ് ആയിട്ട് മാറുക. ക്രോമസോംസിന് നമുക്കറിയാം ഒരു സെൻട്രോമിയറും ക്രൊമാറ്റിഡ്സും കാണാം. ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് സെൻട്രോമിയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോമസോംസ് കാണാം. ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ന്യൂക്ലിയസിൽ കാണുന്ന സ്ട്രക്ചേഴ്സാണ്. ഇത്രയുമാണ് നിങ്ങളുടെ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഫോക്കസ് പോയിന്റ്സ് എന്ന് പറയുന്നത്.